അങ്ങനെ കുറച്ച് നാളിന് ശേഷം ഞാൻ നാട്ടിലേക്കൊന്ന് പോയപ്പോൾ ഷിനീനൊന്ന് കാണാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ 4 മണിക്കാറ്റ് വരെ ഒന്ന് പോയി. ഏകദേശം ഒരു 2 മാസത്തിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ തമ്മിലൊന്ന് കാണുന്നത് തന്നെ. അവൾക്ക് വണ്ടി ഉള്ളതുകൊണ്ട് എന്നെ കോട്ടയത്തുനിന്ന് പിക്ക് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് ഇങ്ങോട്ട് പോകുന്നത്. കണ്ടിട്ട് കുറേ നാളായിട്ടുള്ളത് കൊണ്ട് തന്നെ പറയാൻ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 4 മണിയായപ്പോൾ 4 മണിക്കാറ്റിലെത്തി 4 നേരത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ഒരു ചേച്ചി നടത്തുന്ന കടയിൽ കയറി ഒരു നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് വെച്ചു. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് പെട്ടെന്ന് ഭയങ്കര നാണമൊക്കെ വന്നു കേട്ടോ. അതുകൊണ്ടാണ് എന്നെ കണ്ടപ്പോഴത്തേക്ക് മാസ്ക് ഒക്കെ എടുത്ത് വെച്ചത്. അങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ കുറേ സമയം അവിടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഫാമിലിയും കപ്പിൾസും കുട്ടികളൊക്കെ ആയിട്ട് അവിടെ അത്യാവശ്യം നല്ല തിരക്ക് തുടങ്ങിയിരുന്നു. അപ്പോഴാണ് എനിക്കൊരാഗ്രഹം ഊഞ്ഞാലാടണമെന്ന്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് തൊട്ട് സൈഡിൽ നിന്ന് ഒരു പെങ്കൊച്ച് വന്നിട്ട് ഇറങ്ങി പോടി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഫുൾ ടൈം ഫോണുമായിട്ട് വ്ളോഗ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ ആയിട്ട് ഫോണുമായിട്ട് അതിലേതിലൊക്കെ നടക്കുകയായിരുന്നു. പക്ഷേ ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ച ഫോട്ടോ എനിക്ക് നന്നായി കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. ഇന്നെന്തായാലും എൻ്റെ ചിലവാണെന്ന് നേരത്തെ തന്നെ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഞ്ഞിക്കുഴിക്കടുത്തുള്ള ബാർബിക്യൂ ഇൻ ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. ചെറുതാണെങ്കിലും കാണാൻ അടിപൊളിയായിട്ടുള്ള നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു ഇത്. ഞാനും ഷിനിയാണെങ്കിൽ അവിടുത്തെ ഡിസൈനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അതിൻ്റെ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു വെച്ച് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മെനു നോക്കി ഫുഡ് ഓർഡർ ചെയ്തു. ഷിനിക്ക് ബാർബിക്യൂ ചിക്കൻ വിത്ത് റുമാലി റൊട്ടി ആൻഡ് മയണൈസും ഞാനൊരു സ്പൈസി ബാർബിക്യൂ ആണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കൈ കഴുകാനായിട്ട് ഞങ്ങൾ വാഷ്റൂമിൽ കയറി. ഷിനിയാണെങ്കിൽ മിറർ കണ്ടാൽ പിന്നെ ഫോൺ എടുത്ത് എപ്പോഴും വീഡിയോ എടുക്കലും ഫോട്ടോ എടുപ്പാണ് കേട്ടോ പരിപാടി. എൻ്റെ വ്ളോഗിൽ ഞാനില്ല എന്ന് പറഞ്ഞ് അവൾ എൻ്റെ കുറേ വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, വീഡിയോയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്നെ കഞ്ഞിക്കുഴിയിൽ കൊണ്ടാക്കിയിട്ട് അവൾ ടാറ്റ പറഞ്ഞു പോയി. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. കുറേ നാളിന് ശേഷമാണ് കണ്ടത്.